ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കിച്ചൺ ടൂൾസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ഒട്ടുമിക്കതും നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടാലോ. നമ്മളുടെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട ഒന്നാണ് കത്തി. നമുക്ക് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുമ്പം പച്ചക്കറികളും മറ്റ് സാധനങ്ങളൊക്കെ മുറിക്കാനും അരിയാനും ഒക്കെ ഈ കത്തി നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ കത്തി ഇതുപോലെ സ്റ്റീലിൻ്റെ കത്തിയുണ്ട്, അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കത്തിയുണ്ട്. അപ്പോൾ നമ്മളുടെ അടുക്കളയിൽ ഒരു ചെറിയ കത്തിയും ഒരു വലിയ കത്തിയും എന്തായാലും വേണം. ഞാൻ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ കത്തിയാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. അത് പോളിഗാർഡിൻ്റെ കത്തിയാണ് കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് ഈ ഒരു കത്തി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ മൂർച്ച കുറയുമ്പോൾ അത് കല്ലിൽ ഇങ്ങനെ അണച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മൂർച്ച കൂടി വരികയൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പച്ചക്കറികളെ അരിയാനും ഒക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ് ചോപ്പിംഗ് ബോർഡ്. ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ചോപ്പിംഗ് ബോർഡാണുള്ളത്. വുഡൻ്റെ ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ 4 ബുഷ് പോലെയുള്ള ഒരു സംഭവമുണ്ട്. അത് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ അങ്ങനെ കുറച്ചൊന്ന് പൊന്തി നിൽക്കും. അപ്പോൾ ഇത് ഞാൻ നമ്മളുടെ അടുത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഓൺലൈനിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒരു ചോപ്പിംഗ് ബോർഡ് കണ്ടിട്ടില്ല, ബാക്കിൽ ഇങ്ങനെ ബുഷ് ഉള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചോപ്പിംഗ് ബോർഡിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഇതുപോലുള്ള വുഡൻ്റെ ചോപ്പിംഗ് ബോർഡാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചിരവയാണ്. നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് ഉപയോഗിക്കുന്ന ചിരവയാണ്. സ്ക്രൂ ചെയ്ത് ഉപയോഗിക്കുന്ന ടൈപ്പ് ചിരവ വേറെ ഉണ്ട്. അതിനേക്കാളും ഉപയോഗിക്കാൻ എളുപ്പം ഈ ഒരു ചിരവയാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് എടുത്ത് നമുക്ക് അവിടുന്ന് മാറ്റി വെക്കുകയും ചെയ്യാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇങ്ങനെ ചതയ്ക്കാനുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഇടിക്കല്ല് അത്യാവശ്യമാണ്. ഞാൻ ഇതുപോലെയുള്ള കല്ലിൻ്റെ ഇടിക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. കല്ലിൻ്റെതാണ് കേട്ടോ നല്ലത്. മെറ്റലിൻ്റെതും അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ അങ്ങനത്തെ പല വെറൈറ്റി ഇടിക്കല്ലുകളുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെയുള്ള കല്ലിൻ്റെതാണ്. പെട്ടെന്ന് തന്നെ ചതയ്ക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് കിച്ചണിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ഒരു ചോപ്പർ. ഇത് ഇലക്ട്രിക്കിൻ്റെ ചോപ്പറാണ് കേട്ടോ. ഞാൻ ആദ്യം മാനുവലി ഉള്ള ചോപ്പറായിരുന്നു യൂസ് ചെയ്തത്. അതായത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുന്ന ആ ഒരു ടൈപ്പ് ചോപ്പർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറേ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു സ്ട്രിങ് പൊട്ടിപ്പോയപ്പോഴാണ് ഞാൻ ഇലക്ട്രിക്കിൻ്റെ അത് വാങ്ങിയത്. ആദ്യം ഞാൻ PGൻ്റെ ചോപ്പറായിരുന്നു ഇങ്ങനെ വലിക്കുന്നത് വാങ്ങിയത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സാൻഫോർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ചോപ്പറാണ്. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, കോഴിക്കോടുള്ള. ഇതിൽ നമുക്കിപ്പോൾ ക്യാബേജൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടാൽ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഒരു ചോപ്പർ വാങ്ങിയാൽ നമ്മളുടെ അടുക്കളയിലെ പണികൾ പെട്ടെന്ന് തന്നെ തീരും. നെക്സ്റ്റ് ഗ്രേറ്ററാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്യാം. വലിയ ഹോളുള്ളതും ചെറിയ ഹോളുള്ളതും ഉള്ള ഗ്രേറ്ററാണ് കേട്ടോ. അത് ഞാൻ ഈ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്യാറേ ഇല്ല, കാരണം ചോപ്പർ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് മാത്രമേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇത് ഇങ്ങനെ ഒരുതുന്ന സമയത്ത് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള ഗ്രേറ്റർ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടുള്ള ഗ്രേറ്റർ കിട്ടും. അത് ഞാൻ സ്ക്രീനിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിങ്ങനെ സ്ലിപ്പാവില്ല. അതേപോലെ തന്നെ ഇതിങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നത് കാണില്ലേ, അങ്ങനെ പുറത്തേക്ക് തെറിക്കില്ല. പിന്നെ കിച്ചണിൽ എന്തായാലും വേണ്ട ഒരു സാധനമാണ് ഈ ഒരു പീലർ. കാരണം നമുക്കിപ്പോൾ കക്കിരി തൊലി ചെത്തണമെങ്കിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട് അതിനൊക്കെ തൊലി ചെത്തണമെങ്കിൽ, ഏത് വെജിറ്റബിളിൻ്റെ തൊലി ചെത്തണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ചെത്തിയെടുക്കാൻ ഈ ഒരു പീലർ വെച്ചിട്ട് കഴിയും. പീലർ ഇല്ലാതെ എനിക്ക് കത്തി കൊണ്ട് കഴിയൂല കേട്ടോ. ഒരുപാട് ടൈം പിടിക്കും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തൊലി ഇതുപോലെ ചെത്തുമ്പോൾ. പക്ഷേ പീലർ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് ചായയൊക്കെ അരിക്കുന്ന ഇതുപോലെയുള്ള അരിപ്പാണ്. ഇത് പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനേക്കാളും ഈ ഒരു സ്റ്റീലിൻ്റെ അരിപ്പയാണ് നല്ലത്. കുറേ കാലം കേടാവാതെ ഇതേപോലെ തന്നെ നിന്നോളൂ കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പം പെട്ടെന്ന് തന്നെ കറ പിടിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതേപോലുള്ള പ്ലക്കറാണ്. അതായത് നമ്മൾ ചൂടുള്ള എന്തെങ്കിലും ഈ ഹാൻഡിലില്ലാത്ത പാത്രങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇതേപോലെ ഇറക്കാനും വെക്കാനൊക്കെ ഈ ഒരു പ്ലക്കർ യൂസ് ചെയ്യാം. പിന്നെ അതാ ഇതേപോലുള്ള ഒരു വാഷിംഗ് ബൗളാണ്. ഇതിൻ്റെ അറ്റത്ത് ഇതങ്ങനെ ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇത് പച്ചക്കറികളൊക്കെ കഴുകാനും അതേപോലെ തന്നെ അരി, പരിപ്പ്, കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴുകാനൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ചും അരി കഴുകുമ്പോഴൊക്കെ നമ്മൾ ആ വെള്ളം വാർത്തുന്ന സമയത്ത് അരിയും അതിൻ്റെ കൂടെ
പുറത്ത് പോകാറുണ്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ അരിയും ആ വെള്ളത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനിത് മീഷോന്ന് വാങ്ങിയതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ, ഈ പച്ചക്കറി കഴുകാനാണെങ്കിലും അതേപോലെ തന്നെ അരിയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകി ഇങ്ങനെ ഒന്ന് ചിരിച്ചാൽ മതി, ആ ഹോൾസിൻ്റെ ഉള്ളിലൂടെ വെള്ളം പോവും. പിന്നെ ഇതേപോലുള്ളൊരു കത്രികയാണ്, ഇത് മീനൊക്കെ മുറിക്കുന്ന കത്രികയാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ മീൻ മുറിക്കാറുള്ളത്. എനിക്ക് കത്തി കൊണ്ട് മുറിക്കണേക്കാട്ടിയും ഈസി ആയിട്ട് തോന്നിയത് ഇതേപോലുള്ള കത്രിക കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ ചെറിയ മീനൊക്കെ ഉണ്ടാവില്ല, നെത്തൽ പോലത്തെ മീനൊക്കെ, അതൊക്കെ ഈ ഒരു കത്രിക വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മുറിച്ച് കഴിയും. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു കോഴിമുട്ടയൊക്കെ മിക്സ് ചെയ്യുന്ന ഈ ഒരു മിക്സറാണ്. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സർ യൂസ് ചെയ്യാം. പിന്നെ അതാ ഇതേപോലുള്ളൊരു പൊട്ടാറ്റോ മാഷറാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമല്ല, നമുക്ക് എന്താണ് ഉടച്ചെടുക്കേണ്ടത് അങ്ങനത്തെയൊക്കെ നമുക്ക് ഈ ഒരു മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം, എന്നാലേ എനിക്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടോ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ അതുവരെ ബൈ.